അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് ഞാനും ഇക്കയും കൂടെ ജിമ്മിന് പോവാണ് കേട്ടോ. റിഹാൻക്ക് ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് അവന് വരുന്നില്ല എന്നുള്ളൊരിതാണ്. ഞാൻ കുറേ വിളിച്ചു, പക്ഷെ അവനക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന് ഒരു 1 വീക്ക് ലീവ് എടുക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ജിമ്മിലോട്ട് എത്തി, ഓപ്പൺ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. ഇന്ന് കുട്ടികളുടെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇത് മൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാണ്. ഒരുപാട് വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ, ഇന്ന് കുറവാണ്. അങ്ങനെ ഇതാ ഞാൻ ഇക്കയും കൂടെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. പിന്നെ ഡ്രസ്സെല്ലാം മാറിയ ശേഷം നമ്മൾ സ്ഥിരം പരിപാടി. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആൾ ഉറങ്ങിയിരിക്കുന്നു, നോക്കുമ്പോൾ ഇരുന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. സമയം 7 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പാലൊക്കെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ ചായ എല്ലാം ഉണ്ടാക്കണം. നമ്മളോട് കുറേ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഇഡലിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. നമ്മൾ ഒത്തിരി വ്ളോഗിൽ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് 4 നാഴി അരിയിലോട്ട് 1 നാഴി ഉഴുന്ന്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അത് 4 ആണെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്ന്, അത്രയും നല്ല ഉഴുന്നാണെങ്കിൽ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 1.25 ആവശ്യം വരും കേട്ടോ. ഞാൻ എന്തായാലും 1.25 എടുക്കാറുണ്ട്, കാരണം ഞാൻ മിക്സിയിൽ ആട്ടി എടുക്കുന്നത് കൊണ്ട് എനിക്ക് 1.25 ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്രയും എടുക്കാറുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ അരിയുടെ അതുപോലെ ഉഴുന്നിൻ്റെ ഒക്കെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഒരു നോർമൽ രീതിയാണ് ഞാൻ പറഞ്ഞത്. 4 നാഴി പൊന്നിയരിയോ അല്ലെങ്കിൽ ഇഡലി അരി വാങ്ങിക്കാൻ കിട്ടും, അതോ എടുക്കുക. പച്ചരിയിൽ ഞാൻ എടുക്കാറില്ല. സാധാരണ പച്ചരി ഇടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, 3 നാഴി പുഴുങ്ങലരി, 1 നാഴി പച്ചരിയും 1 നാഴി ഉഴുന്നും. ഇതാണ് കറക്റ്റ് റേഷ്യോ കേട്ടോ. പക്ഷെ ഞാൻ പച്ചരി എടുക്കാത്തതുകൊണ്ട് 4 നാഴി പുഴുങ്ങലരിയും 1 നാഴി ഇഡലിയുടെ നമ്മുടെ ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവ. ഇതാ ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പിഞ്ചെടുത്താൽ അത്രയും മതി കേട്ടോ ഉലുവ. അതും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലിടണം. ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ആട്ടിയിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറിൽ ആട്ടുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഉഴുന്നാട്ടിയിട്ട് നന്നായി പതഞ്ഞ് പൊങ്ങിയ ശേഷം അരി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ആദ്യം ഗ്രൈൻഡറിൽ അരി ഇടും, എന്നിട്ട് മിക്സിയിൽ ഉഴുന്നാട്ടി എടുക്കാറാണ്. എൻ്റെ ഇഡലിക്ക് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിനൊരു ഇഷ്ടമല്ലെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ ആട്ടിയിട്ടെടുക്കുക. ചില ആൾക്കാരുണ്ടല്ലോ മിക്സിയിൽ തന്നെ 2 ആട്ടും, പക്ഷെ എനിക്ക് അതും ശരിയാവുന്നില്ല കേട്ടോ. അപ്പം ഞാൻ മിക്സി എടുക്കും, ഗ്രൈൻഡറും എടുക്കും, 2 എടുക്കും. അങ്ങനെ നമ്മുടെ ചായക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചോറ് കുക്കറിലാക്കിയിട്ടുണ്ട്. റിഹാൻക്കുള്ള ചായ ഒന്ന് ചൂടാറ്റിയിട്ട് എടുക്കുകയാണ്. പിന്നെന്താണ്, ഉരുളക്കിഴങ്ങൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിഷ്ടമല്ല, അപ്പോൾ മുട്ടയും പൊരിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഞാനും റിഹാനും കൂടെ അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചു. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ചായ എല്ലാം കുടിച്ചു. അതിനുശേഷം ഇതാ ഇനി അടുക്കളയിലോട്ട് തന്നെ പോകണം. നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ കളർ ഉണ്ടായതിൻ്റെ കാരണം പുതിയ ഗ്യാസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ കളറ് പോകും. പിന്നെ നമുക്ക് ഓരോ ടിപ്സ് കാണാൻ പറ്റാറുണ്ട് മറ്റേ ഇതിലൊക്കെ, യൂട്യൂബ് ഷോർട്സിൽ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ നോക്കണം. ഒരുപാട് കളർ മങ്ങാണെങ്കിൽ അതിലത്തെ ഏതെങ്കിലും ടിപ്സ് എടുത്തിട്ട് നോക്കണം നമുക്ക് ശരിയാവുമോ എന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ ബർണറിൻ്റെ അവസ്ഥ കേട്ടോ. പിന്നെന്താണ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അവൻ്റെ എക്സാമാണ്, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇനിയിപ്പോൾ 3ാമത്തെയാണ് കേട്ടോ. അപ്പം എന്തായാലും കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നുണ്ട്. എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ല. പിന്നെന്താണ്, ശരവണ ഭവനിലെ മസാല ദോശ എനിക്കത് വലിയ താല്പര്യമില്ല കേട്ടോ. എന്താണെന്നറിയില്ല. മസാല ദോശ പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല. വീട്ടിൽ തന്നെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ആര്യഭവൻ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ കഴിക്കണം പിന്നെ ഇഷ്ടമാണ്. ശരവണ ഭവനും ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവിടെ പോയി കഴിക്കണം. പാർസലാക്കിയിട്ട് കൊണ്ടുവരാൻ പാടില്ല. പാർസലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിയൊക്കെ അങ്ങനെ പോയി കിട്ടും അല്ലേ. അപ്പോൾ എന്തായാലും പൊട്ടറ്റോ ഫ്രൈ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എണ്ണയിലോട്ട് നമ്മൾ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്നായി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ട് വരും കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ചൂടോടെ കഴിക്കാൻ നല്ലൊരു ക്രിസ്പി ഫീൽ ഉണ്ടാവും കേട്ടോ.
ടെക്സ്ചർ. അപ്പോൾ എന്തായാലും അവിടെ പൊട്ടറ്റോ ഫ്രൈ ആകുമ്പോഴത്തേക്കും ഞാൻ ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഓംലേറ്റ് അടിച്ചെടുക്കാൻ, പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് പിള്ളേർക്ക് പുട്ടും പഴവും കൊടുക്കുക, ഇക്കാക്ക് ഓട്സും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്സ് ഉണ്ടാക്കണം, ഓട്സിലോട്ട് പഴം ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കണം. രാവിലെ എണിച്ചൊരു പത്തപ്പാടാണ് അല്ലേ. വ്ളോഗും കൂടി എടുക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, എങ്ങനെയാണ് സമയം പോകണമെന്നുള്ളത് ഒരു അറിവുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്, ധൃതിയാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈ ആയപ്പോൾ ഞാൻ അതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഓംലേറ്റും അടിച്ചെടുക്കും. എനിക്ക് ഓംലേറ്റിൽ അത്യാവശ്യം വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ ആ മുട്ടയുടെ ഒരു കിക്ക് വരില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ ഒട്ടും വരില്ല. അപ്പോൾ ഞാൻ ഓംലേറ്റിന് വേണ്ടി ഒന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങനെ മുകളിലോട്ട് പിച്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഓംലേറ്റ് അടിച്ചെടുക്കുമ്പോൾ അതിലിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പുറത്ത് ഞാൻ ഇക്കാക്കുള്ള ഓട്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓട്സൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഓട്സൊക്കെ കഴിയാനായി ഇനി മേടിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗത്ത് ഓംലേറ്റ് ആക്കി എടുക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ചോറായിട്ടുണ്ട്, അതിനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 ബർണർ ആയപ്പോൾ എനിക്ക് ഒന്നുകൂടി സൗകര്യം കൂടിയ പോലെ ഉണ്ട് കേട്ടോ. 4 ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, കാരണം 4 മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷെ കിട്ടിയില്ല. അതാണ് കേട്ടോ ഉണ്ടായത്. പിന്നെന്താണ്, നമ്മുടെ ബിരിയാണി ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് കമൻ്റ് ആക്കിയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. നമ്മുടെ റാവുത്തർ ബിരിയാണിയും ഇതും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. റാവുത്തർ ബിരിയാണി എന്നോട് പിന്നെയും ചോദിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി കാണിച്ച റെസിപ്പിയാണ് കേട്ടോ അത്. വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിക്കുക. അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നില്ല, എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ചുള്ളിമടയിലെ എൻ്റെ വീട് പള്ളി സ്റ്റോപ്പിൻ്റെ അടുത്തല്ല കേട്ടോ. ഫസ്റ്റ് ബസ് സ്റ്റോപ്പില്ലേ അങ്ങനെ സുലൈഷ മൻസിൽ എന്നാണ് ഗേറ്റിൻ്റെ പേര്, ഗേറ്റിലുള്ളത് വീടിൻ്റെ പേര്. നമ്മൾ സന മൊബൈൽസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ്. എന്നോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചുള്ളിമടയിൽ എവിടെയാണ് തോന്നുന്നു അവരുടെ വീട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, എൻ്റെ തടിയുടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് വായിക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല. ഓക്കെ, ജിനി എപ്പോഴും തടി എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് തോന്നിയിട്ടില്ല അത്രേ. എന്നെ കാണുന്ന പലരും പറയുന്നുണ്ട് എൻ്റെ വെയിറ്റിനനുസരിച്ച് തോന്നൂല. വെയിറ്റ് അത്യാവശ്യം ഉണ്ട് എനിക്കിപ്പോഴും, 73 കിലോ ഉണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ അത്ര തോന്നൂല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ തടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വെയിറ്റ് പറയുമ്പോൾ അയ്യോ ഇത്രയേ ഉള്ളോ, പക്ഷെ ഒരു 100 കിലോ ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുക എന്നും പറഞ്ഞ ഒരു സിറ്റുവേഷനുകൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ആയി. ഞാനിതാ എല്ലാം ഒന്ന് ആക്കിയെടുക്കുകയാണ്. അയൻകുട്ടിക്കും പൊട്ടറ്റോ ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കൂല, എന്നാൽ അവൻ ചോറ് കഴിക്കൂല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അവൻ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയനാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കും. മീനും മുട്ട ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി ആ മുട്ട മാത്രം കഴിക്കും, ബാക്കിയൊന്നും കഴിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വന്ന് ലഞ്ച് ബോക്സ് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടത്. ഒന്നും കഴിച്ചിട്ടില്ല, കൂട്ടാൻ മാത്രം കഴിച്ചിട്ട് ചോറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. പിന്നെ അതാ ഇക്ക റെഡിയായി പോയി, ഗേറ്റൊക്കെ തുറന്ന്. അയാൻകുട്ടി ഇനി എന്താ പറയുക ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടുപേരും കൂടെ പോകണം കേട്ടോ. ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിനാണ് എല്ലാതും. കാരണം നമ്മൾ എണിച്ചത് 4:20 അലാറം വയ്ക്കും, 4:45 എണിച്ചു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് വരുമ്പോൾ നമ്മൾ 6:50 വീട്ടിലെത്തി. 6:50 7 മണിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തി. അത് കാരണം ഇക്കാക്കും കറക്റ്റ് ടൈമിന് പോകാൻ പറ്റി, കുട്ടികൾക്ക് കറക്റ്റ് ടൈമിന് പോകാൻ പറ്റി. ബാക്കി എല്ലാവരുടെയും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ 9-9:15 ആകുമ്പോഴത്തേക്കും കഴിയും ചെയ്തു. ഇല്ലെങ്കിൽ 9:30-9:45 ആവുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ. അപ്പോൾ നമ്മൾ കുറച്ച് മടി കാണിക്കുമല്ലോ ജിമ്മിന് പോകുമ്പോൾ, ഇച്ചിരി കഴിഞ്ഞിട്ട് പോവാം എന്നുള്ളൊരു ഇതിൽ കുറച്ചൊന്ന് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴല്ലേ നമുക്കൊന്ന് കിടക്കാനൊക്കെ പറ്റുള്ളൂ. അത് കാരണം അങ്ങനെ കുട്ടികളും പോയി. പിന്നെ നമ്മളിതാ ഉണ്ടാക്കിയത് ഈ ഒരു ചെറുപയർ കറിയാണ് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു റെസിപ്പി കാണിക്കുന്നത്. കുതിർത്തിയ ചെറുപയറിലോട്ട് നമ്മൾ വലിയുള്ളി, പിന്നെ ഇതാ വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ഞാൻ നേരത്തെ എടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ വെന്ത് വരും. അപ്പോഴത്തേക്കും ഒരു അരപ്പ് റെഡിയാക്കിയിട്ടെടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, തക്കാളി, വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി അരച്ചു കൊണ്ടുവരാം. ഈ ഒരു കളറിലാണ് കിട്ടുക, തക്കാളി ഇട്ട് കൊടുക്കണോണ്ടാണ്. പിന്നെ എന്താ വെളിച്ചെണ്ണയിലോട്ട് കടുക്,
പിന്നെ അത്യാവശ്യം നല്ലപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ല പോലെ ആക്കാം. അപ്പം മുരിങ്ങ ഇലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച് നമ്മുടെ ചെറുപയർ ഇതാ ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. കറി ഉണ്ടല്ലോ, ചോറിൽക്കും നല്ലതാണ്, അതേപോലെ ചപ്പാത്തിയിൽക്കും നല്ലതാണ്, ദോശയിൽക്കും നല്ലതാണ്. ഇതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. മൺചട്ടി ആയതുകൊണ്ട് ഇച്ചിരി കൂടിയും കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും കാറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കാറ്റുകാലാണല്ലോ. അതിലുപരി നമ്മുടെ വീട്ടിൽ എന്താ കമ്പിളിപ്പുഴുകളുടെ ശല്യമുണ്ട്. അത് കാരണം ഏത് ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് ചൊറിയുന്നൊരു ഫീലാണ്. ഇപ്പോഴൊക്കെ എനിക്ക് ചൊറിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം എന്താണെന്നറിയില്ല, എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു ടൈമിൽ. റിഹാനാണ് ഒരു പ്രാവശ്യം പെട്ടത്. പക്ഷേ ഡ്രസ്സൊക്കെ ഒത്തിരി കുടഞ്ഞിട്ടൊക്കെ തന്നെ നമ്മൾ എടുക്കണത്. എന്താ പറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെതാ ഞാൻ വേഗം പോയി ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കണം. ഇനിയിപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം വീട്. അതിന് വേണ്ടി ചേച്ചിമാരനെയൊക്കെ ഒന്ന് വിളിക്കണം വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായില്ലേ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. നമ്മളൊരു ക്ലീനിങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കർട്ടൻ മാറ്റി അവിടെ മാറ്റി ഇവിടെ മാറ്റി അങ്ങനെ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂല. ഇപ്പോൾ പറഞ്ഞാൽ തീരെ നടക്കൂല, സമയം തീരെ ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഇതാ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വന്നു. കുടഞ്ഞിട്ടാണ് എടുത്തിട്ട് വരുന്നത് കേട്ടോ. അങ്ങനത്തെ എന്താ പേടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോട്ടെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് നല്ല പോലെ കുടഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്നും എടുത്തു വരുന്നത്. കുട്ടികൾക്ക് എന്തോ അങ്ങനെ സോക്സൊക്കെ ഒന്നും കൂടി അലക്കി ഇടുക പറഞ്ഞിട്ട് ഞാൻ എല്ലാം അലക്കിയാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു വാഷിംഗ് ഉണ്ടായിരുന്നു അവരുടെ സോക്സ്, പിന്നെ ഇന്നർ വെയേഴ്സ് ഒക്കെ ആയിട്ട് ഒരു വാഷിംഗ് ഫുൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ വീണ്ടും അലക്കി ഉണക്കി എടുത്തിട്ട് വന്നതാണ്. എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല, ഇനി ഇടുമ്പോൾ അറിയാം. കാരണം അയാൾക്ക് ഇതുപോലെ ഒരാഴ്ച ഇട്ടപ്പം നല്ലപോലെ ചൊറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു. മാക്സിമം ഞാൻ അങ്ങനത്തെ പുഴുക്കളിനെ കണ്ടു കഴിഞ്ഞാൽ വേഗം അതിനെ ചൂലെടുത്ത് അടിച്ചു വാരി അങ്ങോട്ട് കളയാറാണ് പതിവ്. ഇതിപ്പോൾ എന്താ പറ്റുന്നതെന്ന് നമുക്കിന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ആകെ ഇടങ്ങാറായ ഒരവസ്ഥയാണ്. അങ്ങനെ ഇതാ ബാക്കിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. കാറ്റുള്ളതുകൊണ്ട് നമ്മുടെ ഇലകളൊക്കെ ഇങ്ങോട്ട് പറന്നു വരും. ഇനിയിപ്പോൾ ഫുള്ള് കാറ്റിന് എത്ര അടിച്ചു വാരിയാലും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാൻ വിചാരിച്ചിട്ട് മോട്ടർ ഓണാക്കി വെള്ളം അടിച്ച് വിടുകയാണ്. ഇതാ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് ഇതൊക്കെ കഴുകിയെടുക്കുമ്പോഴത്തേനേ ഞാനൊരു ഗതിയാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് വിട്ടാൽ തന്നെ എല്ലാവരും നല്ലപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതാ എല്ലാ ഭാഗത്തും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. കുറേ പേര് നമുക്ക് കമൻസ് ഇങ്ങനെ വായിക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കോയമ്പത്തൂരിൽ എവിടെ വെച്ചാണ് കല്യാണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാളിൻ്റെ പേര് ഒരു മിനിറ്റ് കേട്ടോ. പെട്ടെന്ന് ഞാനത് മറന്നുകൊണ്ട് ഇക്കാനോട് പോയി ചോദിച്ചതാണ്. NSK ഗ്രാൻഡ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡപമായിരുന്നു. ഓപ്പൺ സ്പേസ് ആയിരുന്നു. നല്ല അടിപൊളി ആയിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം അവിടെയാണ് നമ്മൾ പോയത്. അവിടുന്ന് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടു. ഒരു തലശ്ശേരി നിന്നാണ് ആ കുട്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന എവിടെയാണ് എന്നാണ് പറഞ്ഞത്, കറക്റ്റ് അറിയില്ല. പിന്നെ അയൺ ചെയ്യാൻ 15 രൂപയാണ് ഷർട്ടും പാൻറ്റും. സാരി ആവുമ്പോൾ 50 രൂപ. മുണ്ടിന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ അയൺ ചെയ്യണതിൻ്റെ റേറ്റ്. എൻ്റെ വെയിറ്റ് പിന്നെ ചോദിക്കുന്നുണ്ട് 73 കിലോ. ഓക്കെ, പിന്നെ സൗണ്ട് ക്ലിയർ അല്ലേ? ശരി, ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ സൺഡേ നമ്മൾ അത്യാവശ്യം ഫുഡ് അടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് കമ്മിയാക്കാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇഡ്ഡലിക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറെക്കൂടെ കുറെ പണികളൊക്കെ തീർത്ത് വരുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സ് നമ്മൾ ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് ആ വീഡിയോയിൽ കണ്ടില്ലേ, ആ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്.
നല്ല ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്, നല്ല അടിപൊളി മെറ്റീരിയലാണ്. പക്ഷെ ഓവറായിട്ട് പൈസയൊന്നുമില്ല. 3400 രൂപ. അതായത് ഭയങ്കര പാർട്ടി വെയർ അല്ല, എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ അങ്ങനെ കേട്ടോ. എനിക്ക് സിമ്പിൾ മതി പറഞ്ഞിട്ടാണ് അങ്ങനെ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഒരു ഗ്രീൻ കളർ കണ്ടു, അത് ഭയങ്കര അടിപൊളിയായിട്ടോ കാണാൻ. ടോപ്പ് മാത്രമേ ഉള്ളൂ, ഷോളൊന്നുമില്ല. അതിന് 2000 രൂപയായിരുന്നു. അത് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗമല്ലേ, അവിടെ ഇച്ചിരി ടൈറ്റ് ഫീൽ ചെയ്തപ്പം എനിക്ക് ഇടാനൊരു കംഫേർട്ട് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ കംഫേർട്ട് നോക്കി ഡ്രസ്സ് ചെയ്യുന്ന ആളാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത്. മേ ബി ഞാൻ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് മെലിഞ്ഞാൽ അതെനിക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ എടുത്തില്ല, ഒരു ഡ്രസ്സ് മതി എന്നും പറഞ്ഞിട്ടാണ് പിന്നെ എടുക്കാണ്ടിരുന്നത്. അങ്ങനെ ഫിഷിനൊക്കെ മസാല കൂട്ടിയെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മസാല അത്ര പോരായിരുന്നു കേട്ടോ. ഉമ്മയും ഉപ്പയും പറഞ്ഞ് എന്നും ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് വന്നില്ല എന്നുള്ളത്. പൊതുവേ എനിക്കൊരു ഒരു ഉഷാറ് കുറവാണ് കേട്ടോ. ഇന്ന് വീട്ടിലൊക്കെ എല്ലാവർക്കും ഒരേ പനിയും ഒക്കെ ആയപ്പോൾ മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് പോവുകയാണ്. പിന്നെ വ്ളോഗ് എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് തന്നെ ഇൻസ്റ്റയിൽ കുറേ പേര് എന്താണ് ഇത്ര ഡെയിലി ഇടാത്തത്, ഡെയിലി കാണാണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ല നോക്കട്ടെ, ഡെയിലി ഇടാൻ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ഇടാം. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ മെൻ്റലി അത്രക്കും ഓക്കെ അല്ല, എന്നാലും നോക്കട്ടെ. വീട്ടിൽ അവിടെ കേട്ടോ മണ്ണാർക്കാട് എല്ലാവർക്കും പനിയാണ്, വിരുന്ന് വന്നവർക്കും അവിടെ ഉള്ളവർക്കും ഒക്കെ പനിയാണ്. അതുകൊണ്ട് വിരുന്ന് കഴിഞ്ഞിട്ട് ആർക്കും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ വ്ളോഗൊക്കെ ഏകദേശം ഇവിടെ തീരാറായി. മീനും മസാല കൂട്ടി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു, പിന്നെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB, YouTube ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്.